പഴം കറുത്ത് പോയെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി നോക്കിട്ടാ. ചൂടായ പാനിലേക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് നട്ട്സ് എന്തെങ്കിലും ഒന്ന് വറുത്തെടുക്കാം. ഇതിലോട്ട് 1 കപ്പ് ചിരകിയ തേങ്ങ കൂടെ ഇട്ടെടുക്കാം. 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുത്ത നേന്ത്രപ്പഴം ഇതിലോട്ട് ഇട്ടെടുക്കാം. 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ഏലക്ക 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. അടി കട്ടിയുള്ള പാത്രത്തിൽ നെയ്യൊന്ന് ബ്രഷ് ചെയ്തെടുക്കുക. പകുതി ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചെടുത്താൽ മതി. എന്നിട്ട് ഒരു പാനിൻ്റെ മുകളിലൊന്ന് വെച്ചെടുത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് വഴറ്റിയെടുത്ത തേങ്ങയുടെ കൂട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ടെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ബാറ്ററും കൂടെ മുകളിൽ ഒഴിച്ചെടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ